സൂര്യേന്ദ്ര ടാരോട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കുന്നത് മകയിര നക്ഷത്രത്തിന്റെ മെയ് 2025 ടാരോട്ട് റീഡിംഗ് ആണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ റിസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമന്റായി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നമുക്ക് മെയ് മാസം മകയിര നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് വന്നിരിക്കുന്നത് 4 of Swords ആണ്, 7 of Cups, 7 of Wands, 2 of Wands, 9 of Swords. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. മകയിര നക്ഷത്രക്കാർക്ക് അവർ ആഗ്രഹിക്കുന്ന വിജയത്തിന് കുറച്ചൊക്കെ ഒരു ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് കാർഡ് സൂചിപ്പിക്കുന്നു. പ്രപഞ്ചശക്തിയോട് ഒരു ശക്തമായ പ്രാർത്ഥനകളുടെ ആവശ്യം ഈ കാർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ശക്തമായ ഒരു പ്രാർത്ഥന ഇവർക്ക്, ഈ ഒരു നക്ഷത്രക്കാർക്ക് പ്രപഞ്ചശക്തിയോട് ഒരു ശക്തമായ പ്രാർത്ഥന ആവശ്യമാണ്. മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. ആരോഗ്യപരമായി ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വിശ്രമം ആവശ്യമാണെന്ന് കൂടി ഈ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഈ മാസം നിങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രധാന വെല്ലുവിളിയായിട്ട് വരുന്നത് ഒരുപാട് ചോയ്സുകൾ അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇമോഷണലി വരും. അതിൽ കുറേ ഇല്യൂഷൻസ് ഉണ്ടാവും, കുറച്ച് റിയാലിറ്റി കാണും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വൈകാരികമായൊരു ലക്ഷ്യബോധം അല്ലെങ്കിൽ ഒരു ഫോക്കസ് വേണമെന്ന് ഈ 7 of Cups എന്ന് പറഞ്ഞ കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ടെംപ്ടേഷൻസ് അഥവാ പ്രലോഭനങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നിങ്ങൾക്ക് ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഓവർകം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബിസിനസ് മേഖലയിലോ തൊഴിൽ മേഖലയിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ എതിരാളികളൊക്കെ ഉണ്ടാവും. നല്ലൊരു മെന്റൽ സ്റ്റെബിലിറ്റി ഉള്ള വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയൊക്കെ ഓവർകം ചെയ്യാനായിട്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അവയെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ പാഷൻ ഒക്കെ ഫോളോ ചെയ്ത് ഒരു ബിസിനസ്സിലേക്കോ തൊഴിൽ മേഖലയിലേക്കോ ഒക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് വരും വരായികളെ പറ്റി ചിന്തിച്ച് അതിനെപ്പറ്റി പഠിച്ചിട്ട് മാത്രം ഇറങ്ങുക. ഇങ്ങനെ വരും വരായികളെ പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ ഭയവും ഉത്കണ്ഠയും നിങ്ങളുടെ ഭാവിയെ പറ്റി ഒക്കെ ഒരു പേടിയൊക്കെ തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷെ അത് ഭയക്കുന്ന പോലെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് 9 of Swords എന്ന കാർഡ് സൂചിപ്പിക്കുന്നു. നിങ്ങളത് ഭയക്കാതെ, ആ ഒരു പേടിയും ഉത്കണ്ഠയൊക്കെ ഭയക്കാതെ ധൈര്യമായി മുൻപോട്ട് പോവാനാണ് ഈ കാർഡിലൂടെ പ്രപഞ്ചശക്തിയുടെ ഡിവൈൻ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഏവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.